ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ഇൻ്റർവ്യൂ കാലങ്ങൾ മുന്നെയാണ്, കുറച്ച് കാലങ്ങൾ മീൻസ് 2-3 ഇയേഴ്സ് മുന്നെയാണ്. ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു, കായംകുളം, മുതുകുളം, താമരക്കുളം, നിങ്ങളുടെ അവിടെ മുഴുവൻ കുളമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ കുളം, ഞങ്ങളുടെ അവിടെ അകത്തും വെള്ളം പുറത്തും വെള്ളം. ഇതൊരു നർമ്മത്തിന് ഞാൻ പറഞ്ഞതാ, അതല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ നാട്ടുകാർ മുഴുവൻ കള്ളുകുടിയന്മാരാണ് എന്ന് സ്വപ്നേന ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, വളരെ കാഷ്വലായിട്ട് ഒരാൾ ഇൻ്റർവ്യൂവർ ഒരു ചോദ്യം ചോദിക്കുന്നു, അത്ര തന്നെ നിസ്സാരത്തിലാണ് ഞാനതിന് മറുപടി പറയുന്നത്. ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം എഴുതി വാങ്ങിച്ച് കൃത്യമായിട്ട് ഉത്തരം പഠിച്ചിട്ട് വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നെല്ലും പതിരും മാറ്റി നിർത്തി പറയാൻ സാധിക്കും. പക്ഷേ മറിച്ച് പെട്ടെന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാലും ചിലപ്പോൾ നിങ്ങളൊരു തമാശ രൂപേണ ഒരു ഉത്തരം പറഞ്ഞു തന്നിരിക്കും. അപ്പം അത് ഒരിക്കലും ആ കുളവും ആ വെള്ളവും കള്ളുകുടിയുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ തമാശ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എനിക്കത്ര വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും മുതുകുളം രാഘവൻ പിള്ള സാറിനെ പോലെയൊക്കെയുള്ള മഹാന്മാരുള്ളൊരു നാടാണ് നമ്മുടെ മുതുകുളം. ആ മുതുകുളത്തിനെ ഞാൻ മോശം പറയുമോ? പത്മരാജനെ പോലെയുള്ള ഒരു മഹാനുള്ള നാടാണ് മുതുകുളം. ആ മുതുകുളത്തിനെ ഞാൻ മോശം പറയുമോ? അങ്ങനെ പറയാൻ വേണ്ടി അത്ര ബുദ്ധിയില്ലാത്തവളല്ല ഞാൻ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു വേദി കിട്ടിയാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരുടെ അടുത്തും എനിക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? തെറ്റിദ്ധരിക്കപ്പെടുകയല്ലേ. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പോലും തെറ്റിദ്ധരിച്ച് പോവാണ്.